സർ, ഇറാനുമായുള്ള ആക്രമണ പ്രത്യാക്രമണങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇരകളായത് അതാത് രാജ്യങ്ങളിലെ ആളുകളാണ്. എങ്കിൽ പോലും മറ്റാരെയാണ് യുദ്ധം ഏറ്റവും കൂടുതൽ ബാധിച്ചത് എന്ന് ചോദിച്ചാൽ അത് ഗൾഫ് മേഖലയാണ്. എന്തുകൊണ്ടായിരിക്കാം ഗൾഫ് മേഖല ഇങ്ങനെ യുദ്ധക്കളത്തിന് ഒരു സാക്ഷിയായി നിൽക്കേണ്ടി വന്നത് എന്നത് അവിടെയുള്ളവർ തന്നെ ചോദിക്കുന്ന ഒരു വലിയ ചോദ്യമാണ്. അവിടുത്തെ തന്നെ പ്രമുഖ കമ്പനികളിൽ ഒന്നായ അൽ ഹബ്തൂർ ഗ്രൂപ്പ് മേധാവി ഗലഫ് അൽ ഹബ്തൂർ അദ്ദേഹമാണ് ഇപ്പോൾ ആ ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹം ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത്, ഗൾഫ് മേഖലയെ യുദ്ധക്കളമായി മാറ്റാൻ ആര് നിങ്ങൾക്ക് അനുമതി നൽകി എന്നതാണ്. ഒരു വലിയൊരു ചോദ്യമല്ലേ അത്? എന്തുകൊണ്ടായിരിക്കാം മിഡിൽ ഈസ്റ്റിൽ ഇത്രയേറെ സമാധാനത്തോടെ, ഇത്രയേറെ വികസനത്തോടെ, അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് മേഖല മാത്രമായി ഒതുങ്ങിപ്പോകുന്ന GCC കൺട്രീസിനെ ആരായിരിക്കാം ഈ രീതിയിലേക്ക് യുദ്ധത്തിലേക്ക് വലിച്ചിട്ടത്? അലഫ് അൽ ഖത്തൂറിന്റെ ഈ ചോദ്യം തീർച്ചയായിട്ടും ഇറാൻ എന്ന രാജ്യത്തോടു കൂടിയുള്ള ചോദ്യമാണ്. ഇവിടെ നമ്മൾ കാര്യമായി പഠിക്കേണ്ട ഒരു വിഷയമുണ്ട് ഇതിന്റെ പിന്നിൽ. അതായത് ഈ GCC രാഷ്ട്രങ്ങളും അതുപോലെ ഗൾഫ് രാജ്യങ്ങളും എന്നൊക്കെ പറയുന്നത് വളരെയേറെ തൊട്ടടുത്ത് കിടക്കുന്ന ചെറിയ ചെറിയ രാജ്യങ്ങളും, എന്നാൽ സൗദി അറേബ്യ, ഇറാൻ പോലെയുള്ള വലിയ രാജ്യങ്ങളും എല്ലാം ചേരുന്നതാണ്. ഇതിൽ സൗദി അറേബ്യ എന്ന വലിയ രാജ്യത്തെ ഒഴിച്ചു നിർത്തിയാൽ ഇറാനും ഇറാഖും അടക്കം ബാക്കി ഗൾഫ് കൺട്രീസിലെ മുഴുവൻ രാജ്യങ്ങളും വളരെ ചെറിയ ജനസംഖ്യയുള്ള രാജ്യങ്ങളാണ്. അതായത് നമ്മുടെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിന്റെ പോലും അല്ലെങ്കിൽ ഒരു ജില്ലയുടെ പോലും ജനസംഖ്യ ഇല്ലാത്ത വളരെ ചെറിയ രാജ്യങ്ങളാണ്. ഈ രാജ്യങ്ങളെല്ലാം ഇസ്ലാമിക രാജ്യങ്ങളാണ് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. മാത്രമല്ല, ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയുണ്ട്, ഇസ്ലാമിക രാജ്യങ്ങളുടെ സംഘടനയുണ്ട്, ഇസ്ലാമിക നിലപാടുകൾ വരുമ്പോൾ ഇവർ ഒന്നിച്ചു ചേരാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു സാഹോദര്യ ബന്ധം നിലനിർത്തുന്ന ഇസ്ലാമിക രാജ്യങ്ങളാണ് ഗൾഫ് മേഖലയിൽ, മിഡിൽ ഈസ്റ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ യുദ്ധം എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ള ചോദ്യം ഈ അവസരത്തിലല്ല ചോദിക്കേണ്ടത്. അദ്ദേഹം ചോദിച്ചത് അദ്ദേഹത്തിന്റെ ബിസിനസ് താല്പര്യങ്ങളെ ഹനിക്കുന്നു എന്ന് കണ്ടപ്പോൾ മാത്രമാണ്. സ്വന്തം കച്ചവടം പൂട്ടുമെന്ന് കണ്ടപ്പോഴാണ് അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടായത്. ഇത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ് കേരളത്തിലും ഇന്ത്യയിലും ലോകമെമ്പാടും. അതായത് ഇസ്ലാമിക മതം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് സംഘർഷങ്ങളിലേക്ക് പോകുന്നത്? ഇസ്ലാമിക രാജ്യങ്ങൾ തമ്മിൽ എന്തുകൊണ്ടാണ് യുദ്ധം നടക്കുന്നത്? മറ്റ് പ്രദേശങ്ങളിൽ ഇങ്ങനെ സംഭവിക്കാത്തത് എന്തുകൊണ്ടാണ്? ഇപ്പോ നമുക്ക് വേണമെങ്കിൽ പറയാം, റഷ്യ, ഉക്രൈൻ, അവിടെയൊക്കെ ക്രിസ്തു മതമല്ലേ? രണ്ട് രാജ്യങ്ങളിലും ക്രിസ്തു മതമല്ലേ? അത് ശരിയാണ്. അതുപോലെ ഇന്ത്യ, പാകിസ്ഥാൻ, ഒരു ഭാഗത്ത് ഹിന്ദുവും ഒരു ഭാഗത്ത് മുസ്ലിമും അല്ലേ? അതും ശരിയാണ്. പക്ഷെ അങ്ങനെയൊക്കെ നടക്കുന്ന യുദ്ധങ്ങൾ വളരെ വളരെ കാലഘട്ടങ്ങളുടെ ഗ്യാപ്പിന് ശേഷമാണ് നടക്കുക. അങ്ങനെയല്ലല്ലോ ഗൾഫിൽ യുദ്ധമില്ലാത്ത സമയമുണ്ടോ? എല്ലാ ദിവസവും യുദ്ധമാണ്. ഏതെങ്കിലും 2 രാജ്യങ്ങളോ 4 രാജ്യങ്ങളോ 10 രാജ്യങ്ങളോ 20 രാജ്യങ്ങളോ തമ്മിൽ എല്ലാ ദിവസവും യുദ്ധമാണ്. യുദ്ധമില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു അന്തരീക്ഷം എങ്ങനെയുണ്ടായി? ഞാൻ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയാം. യുദ്ധമില്ലെങ്കിൽ ഇസ്ലാം ഇല്ല. ഇതാണ് പ്രശ്നം. ഇസ്ലാമിക മതവിശ്വാസ പ്രകാരം യുദ്ധം ചെയ്തേ പറ്റൂ. തന്റെ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കാത്ത എതിരാളിയെ കണ്ടെത്തി, അത് തന്റെ മതത്തിന് പുറത്തുള്ള എതിരാളിയെ കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തന്റെ മതത്തിനകത്തുള്ള എതിരാളിയെ കണ്ടെത്തി യുദ്ധം ചെയ്ത് കൊന്നും മരിച്ചും സ്വർഗത്തിലെത്തണം എന്നുള്ള അടിസ്ഥാനപരമായ മതവിശ്വാസമാണ്, ഇസ്ലാമിക വിശ്വാസമാണ് ഇതിനെല്ലാം അടിസ്ഥാനപരമായ കാരണം. അല്പമെങ്കിലും വിവരവും വിദ്യാഭ്യാസവും ഉള്ള മുസ്ലിങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യത്തോട് യോജിക്കുമെന്ന് എനിക്കറിയാം. അതായത് മരണത്തിലൂടെയും കൊലപാതകത്തിലൂടെയും ദൈവത്തിൽ എത്തിച്ചേരാം, അങ്ങനെ മാത്രമാണ് ദൈവത്തിൽ എത്തിച്ചേരാനുള്ള ഏറ്റവും എളുപ്പ മാർഗം എന്ന് പഠിപ്പിക്കുന്ന മതം ആണ് ഇതിന്റെ അടിസ്ഥാനപരമായ കാരണം. ഇപ്പൊ ഈ അൽഹത്തൂരിനെ പോലെയുള്ള ബിസിനസ്സുകാര് ഇത് അറിയാത്തവരല്ല, ഗൾഫ് രാജ്യങ്ങളിലെ ഭരണാധികാരികൾ ഇത് അറിയാത്തവരല്ല, അവിടുത്തെ പൊതുജനങ്ങൾ, അവിടുത്തെ മതപണ്ഡിതന്മാർ ഇത് അറിയാത്തവരല്ല. അവിടെ എഴുത്തുകാരോ ബുദ്ധിജീവികളോ സാഹിത്യകാരന്മാരെ ഉണ്ടെങ്കിൽ ഞാൻ പറയാൻ കാരണം അതൊക്കെ ഹറാമാണല്ലോ. അതുകൊണ്ട് അത് സാധിക്കുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവർക്കൊന്നും ഇത് അറിയാത്തവരല്ല. ഇനി രാഷ്ട്രത്തലവന്മാർ, ഇപ്പോ അൽ ഖമൈനി മരിച്ചു, അദ്ദേഹത്തിനും ഇതറിയാം. അവിടുത്തെ ഓരോ രാഷ്ട്രത്തലവന്മാർക്കും, രാജാക്കന്മാർക്കും, കിരീട അവകാശികൾക്കും, അവരുടെ ഭാര്യമാർക്കും മക്കൾക്കും എല്ലാം ഇതൊക്കെ നന്നായിട്ട് അറിയാം. പിന്നെ എന്തുകൊണ്ടാണ് ഇവർ ഇത് എതിർക്കാത്തത്? എതിർക്കാൻ പറ്റില്ല. കാരണം യുദ്ധത്തെ എതിർത്താൽ അത് മതത്തെ എതിർക്കുന്നതിന് തുല്യമായി മാറുകയാണ്, ജിഹാദിനെ എതിർക്കുന്നതിന് തുല്യമായി മാറുകയാണ്. അതുകൊണ്ട് യുദ്ധത്തിനെ ആരെങ്കിലും എതിർത്താൽ
ജിഹാദിനെ എതിർക്കുന്നു എന്നുള്ളതിന്റെ പേരിൽ അവരുടെ തല വെട്ടിക്കളയും, അല്ലെങ്കിൽ ബോംബിട്ട് കളയും. അപ്പോൾ പിന്നെ യുദ്ധത്തെ അനുകൂലിക്കാതെ രക്ഷയില്ല. പക്ഷെ വൻതോതിൽ നാശങ്ങൾ വരുമ്പോൾ, സ്കൂളുകളും ആശുപത്രികളും ആക്രമിക്കപ്പെടുമ്പോൾ, കുട്ടികളും രോഗികളും സ്ത്രീകളും കൊല്ലപ്പെടുമ്പോൾ ഈ മുറവിളി കൂട്ടേണ്ട കാര്യത്തിൽ യാതൊരു ആത്മാർത്ഥതയുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ യുദ്ധങ്ങളുടെ ഇടവേളകളിൽ സംഭവിക്കുന്ന സമാധാന സമയത്ത് ഈ പറഞ്ഞ ആൾക്കാർ, ബിസിനസ്സുകാരാവട്ടെ, രാഷ്ട്രീയക്കാരാവട്ടെ, അല്ലെങ്കിൽ ബുദ്ധിജീവികളോ സാംസ്കാരിക നായകന്മാരോ ആവട്ടെ, ഡിപ്ലോമാറ്റുകളാവട്ടെ, ആര് തന്നെയാണെങ്കിലും പറയണ്ടേ, ഇനി നമുക്കൊരു യുദ്ധം വേണ്ട, നമുക്ക് സമാധാന മതമാണ്, നമുക്ക് സമാധാനത്തെ ജീവിച്ച് ലോകത്തിന് മാതൃക കാണിക്കാം. ഇപ്പോ ദുബായിയെ പോലെയുള്ള പ്രദേശങ്ങൾ നല്ല ബിസിനസ് കേന്ദ്രങ്ങളാണ്. അതുപോലെ പല രാജ്യങ്ങളും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ്. നമുക്ക് അന്താരാഷ്ട്ര കപ്പൽ ചാലിലാണ് നമ്മളെല്ലാം കിടക്കുന്നത്. നമ്മൾ ഓർക്കണം, ഈ ഗൾഫ് കടലെടുക്കെന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ പെരുവഴിയാണ്. ലോകത്തിന്റെ മുഴുവൻ കപ്പലുകളും കടന്നു പോകുന്ന പെരുവഴിയാണ്, കപ്പൽ ചാലാണ് ഗൾഫ് കപ്പൽ ചാല്. ആ ഗൾഫ് കപ്പൽ ചാലിന്റെ ഇരുവശത്തുമായിട്ട് കിടക്കുന്ന 10-20 രാജ്യങ്ങൾക്ക് വളരെ സന്തോഷമായി സമൃദ്ധമായി കച്ചവടം ചെയ്ത് ഇഷ്ടം പോലെ പണം ഉണ്ടാക്കി സുഖമായിട്ട് ജീവിക്കാനുള്ള അന്തരീക്ഷം പടച്ചതമ്പുരാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഉപയോഗിക്കുന്നില്ല, തമ്മിൽ തല്ലുകയാണെന്ന് പറഞ്ഞാൽ അതിന് ഈ തരത്തിലുള്ള ഉപദേശങ്ങളുടെ സമയം ഇതല്ല. മറിച്ച് സ്വന്തം മതവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ സമാധാനം കണ്ടെത്താം എന്നുള്ള അന്വേഷണം ഇപ്പോൾ ഈ ആവശ്യം ഉന്നയിച്ച വ്യക്തികൾ മുതൽ എല്ലാവരും ആരംഭിക്കണം. അതിനൊരു തുടക്കമാവട്ടെ അദ്ദേഹത്തിന്റെ ഈ ഒരു നിർദ്ദേശം എന്നാണ് എനിക്ക് തോന്നുന്നത്. സർ, ഗൾഫ് രാജ്യങ്ങൾ പൊതുവെ ചെയ്തിട്ടുള്ളത് നമുക്കറിയാം. എപ്പോൾ യുദ്ധമുണ്ടായാലും അത് ഏത് രാജ്യങ്ങൾ തമ്മിലായാലും ലോകത്തിന്റെ ഏത് കോണിലായാലും അവർ പലപ്പോഴും മധ്യസ്ഥ ശ്രമങ്ങൾ വഹിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഗാസയ്ക്കോ പലസ്തീനോ നൽകിയ ഒരു സപ്പോർട്ടും ഇറാന് വേണ്ടി ദുബായിയോ UAE നടത്തുന്നില്ല. ഗാലൻ നൈറ്റ് 3 എന്ന പേരിൽ UAE ഗാസയ്ക്ക് വേണ്ടി എത്തിച്ചു നൽകിയ സഹായങ്ങൾ അത്രയും ലോകം കണ്ടതാണ്. പക്ഷെ എന്തുകൊണ്ടോ ഇറാനെ കൂടെ കൂട്ടാനോ അല്ലെങ്കിൽ ഇറാന് വേണ്ടി ഒരു വാക്കുമിണ്ടാനോ അവർ തയ്യാറാവുന്നില്ല. പ്രത്യക്ഷത്തിൽ ട്രംപിന് അനുകൂലമായ നിലപാടും എടുക്കുന്നില്ല. പക്ഷെ ഇറാന്റെ ശത്രു രാജ്യങ്ങളിൽ ഒന്നായി അറബ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് UAE ഒക്കെ മാറുന്ന സമയത്ത് അതൊരൽപ്പം ലോകത്തെ തന്നെ ആശങ്കയിലാഴ്ത്തുന്നതല്ലേ? തീർച്ചയായിട്ടും ആശങ്കയിലാഴ്ത്തുന്നതാണ്. ഇതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ വീട്ടില് 10-16 കുട്ടികളുണ്ടെന്നിരിക്കട്ടെ. അപ്പോ കൂടുതൽ കുട്ടികളുള്ള ഒരു വീട്ടില് എല്ലാവരും നല്ല മര്യാദയ്ക്ക് ജീവിക്കുന്നു, കച്ചവടം ചെയ്യുന്നു, ബിസിനസ് ചെയ്യുന്നു, വിദ്യാഭ്യാസം ചെയ്യുന്നു, മാന്യമായി ജീവിക്കുന്നു. അതിൽ ഒരുത്തൻ തെമ്മാടിയാന്നിരിക്കട്ടെ. ഇവൻ മഹാ കൊള്ളരുതാത്തവനാണ്. അവൻ ആര് പറഞ്ഞാലും കേൾക്കുകയില്ല. അവൻ ആയുധവും മയക്കുമരുന്നും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അവനെ അന്വേഷിച്ച് പോലീസ് വീട്ടിൽ വരും. അപ്പൊ വളരെ മാന്യമായിട്ട് കഴിഞ്ഞുകൂടുന്ന ഒരു വീട്ടിലെ ബാക്കിയുള്ളവർക്ക് അത് വിഷമമാവും. അത് എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോ ഇറാന്റെ കാര്യം. അന്താരാഷ്ട്ര ആണവ ഏജൻസി അന്വേഷിക്കാൻ വരുമ്പം സമ്മതിക്കില്ല. അതുപോലെ സമാധാന ആവശ്യങ്ങൾക്ക് ആണവശക്തി ഉപയോഗിക്കുള്ളൂ എന്നും പറഞ്ഞിട്ട് അത് ലംഘിക്കുന്നു. ചുറ്റുമുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ സ്വന്തം സഹോദരന്മാരാണെന്ന ബോധമില്ലാതെ അവരെ കടന്നാക്രമിക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ നല്ല രീതിയിൽ മാനം മര്യാദയായിട്ട് കഴിഞ്ഞുകൂടുന്ന ഒരു വീട്ടിലെ തല്ലിപ്പൊളിയായ ഒരു പയ്യന്റെ അവസ്ഥയിലാണ് ഇന്നിപ്പോ ഇറാൻ നിൽക്കുന്നത്. അപ്പോൾ ആ വീട്ടിലുള്ളവർ മുഴുവൻ അനുഭവിച്ചേ പറ്റൂ. ഞങ്ങളെല്ലാം മര്യാദക്കാരും നല്ല ആൾക്കാരുമാണ്, ഇവന് ഒറ്റ ഒരുത്തരാ പിഴച്ചു പോയതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പോലീസ് വരും. ഇപ്പൊ അങ്ങനെ പോലീസ് വന്നിരിക്കുകയാണ്. അപ്പൊ അമേരിക്ക ലോക പോലീസാണോ എന്ന് ചോദിക്കാം. അമേരിക്ക അല്ലെങ്കിൽ വേറൊരാൾ വരും, അത്രേ ഉള്ളൂ. ഇപ്പൊ സഹിക്കാൻ വയ്യാത്തൊരവസ്ഥ വരാതിരിക്കട്ടെ, 1 കോടി ഇന്ത്യക്കാർ അവിടെ ജീവിക്കുക. ആ 1 കോടി ഇന്ത്യക്കാർക്ക് അവിടെ ജീവിക്കാൻ വയ്യാത്തൊരു അന്തരീക്ഷം വരികയാണെന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ സ്ഥാനത്ത് ഇന്ത്യ ആയിരിക്കും. ഇന്ത്യയുടെ യുദ്ധക്കപ്പലുകളും ഇന്ത്യയുടെ വിമാനങ്ങളും ഇന്ത്യയിലെ അന്താരാഷ്ട്ര സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അവിടെ ചെല്ലും. ഇന്ന് അപ്പൊ അമേരിക്ക കാണിക്കുന്നതിന്റെ അപ്പുറം ചിലപ്പോൾ ചെയ്തെന്നും വരും. കാരണം ജീവിക്കണ്ടേ? ആ രീതിയിലുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാതിരിക്കുക എന്നുള്ളത് അവരും ശ്രദ്ധിക്കേണ്ടതാണ്. മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തുന്നത് യുദ്ധം ഉണ്ടായി കഴിഞ്ഞല്ല. എനിക്ക് പറയാനുള്ള ഇതാണ്, ഈ സമാധാനത്തിന്റെ രംഗത്ത് യുദ്ധത്തിന്റെ ഇടവേളകൾ കിട്ടുമ്പോൾ ഇവർക്ക് ഈ മധ്യസ്ഥത നടത്തിക്കൂടെ? എന്നിട്ട് ഇനി മുതൽ നമ്മൾ അലമ്പും തല്ലും വഴക്കും ഒന്നും ഇല്ലാതെ മര്യാദയ്ക്ക് ജീവിക്കാം എന്നൊന്ന് തീരുമാനിച്ചുകൂടെ? അതിന്റെ ഗുണം ആർക്കാ? അവർക്ക് തന്നെയാണ്. ഇപ്പൊ നമ്മൾ ദൂരെ കിടക്കുന്നവരാണ്. നമുക്കിപ്പോ ആ കപ്പൽച്ചാൽ ഉണ്ടെങ്കിൽ നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല ഇത്. ഇപ്പോൾ ഗൾഫ് കടലിടുക്കിൽ കൂടി നമ്മുടെ കപ്പലുകൾ കടന്നു പോകാനും വരാനുമുള്ള ഒരു അവസ്ഥയുള്ളത് കൊണ്ടാണ് ഇത് നമ്മളെ ബാധിക്കുന്നത്. ഇതില്ലെങ്കിൽ നമ്മൾ വേറെ വഴിയെ പോകും. ഇപ്പൊ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുകയാണ്,
അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് എണ്ണ വാങ്ങുകയാണ്, വേറൊരു ഭാഗത്തു നിന്നാണ് വാങ്ങുന്നതെങ്കിൽ നമുക്ക് ഈ കപ്പൽ ചാലിന്റെ ആവശ്യമില്ല. അന്താരാഷ്ട്ര കപ്പൽ ചാലുകളുടെ ഇരുവശത്തുമായുള്ള ഈ ഗൾഫ് രാജ്യങ്ങളുടെ സ്ഥിതിയാണ് ഇപ്പോൾ അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ അനുഗ്രഹവും അതുപോലെ തന്നെ ആപത്തും. നമ്മളെ സംബന്ധിച്ച് ഈ പറയുന്ന കപ്പൽ ചാലുകൾ ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും വിലപ്പെട്ടതായതുകൊണ്ട് ഗൾഫിന്റെ സമാധാനം ലോകത്തിനും വിലപ്പെട്ടതാണ്. എന്നാൽ ഈ സാഹചര്യം ഏറ്റവും ഭംഗിയായി ഉപയോഗപ്പെടുത്താവുന്നത് ഗൾഫ് രാജ്യങ്ങൾക്ക് തന്നെയാണ്. അതുകൊണ്ട് ഇസ്ലാമിക സാഹോദര്യത്തിന്റെ അടിത്തറയിൽ ഗൾഫ് രാജ്യങ്ങൾ മുൻകൈയെടുത്ത് സമാധാനം പുനഃസ്ഥാപിക്കേണ്ട ഒരു ചുമതല ഗൾഫ് രാജ്യങ്ങളിലെ എല്ലാ ഇസ്ലാമിക രാജ്യങ്ങൾക്കും ഉണ്ട്. അവരത് ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. യെസ്, എന്തായാലും സാർ സൂചിപ്പിച്ചതുപോലെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് തന്നെ ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ ഏറ്റവും ഒടുവിൽ അവരുടെ മുറ്റത്തേക്ക് യുദ്ധം എത്തിയപ്പോഴാണ് അവരിതിൽ കൂടുതൽ വാചാലരാവുന്നത് എന്നതാണ് ഖേദകരം. അതിനു മുൻപ് ഒരു തരത്തിലുള്ള ഇടപെടലും ഗൾഫ് രാജ്യങ്ങൾ നടത്തിയിട്ടില്ല. പലപ്പോഴും നടത്തിയ മധ്യസ്ഥ ശ്രമങ്ങൾ അൻവേയറ്റം പരാജയപ്പെട്ടിട്ടുമുണ്ട്. എന്തായാലും ഇത്തരത്തിൽ വലിയ ചോദ്യം ലോകത്തിന് മുന്നിലേക്ക് ഗൾഫ് രാജ്യങ്ങൾ ഉന്നയിക്കുകയാണ്. ട്രംപിന് തുറന്ന കത്തുമായി ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഗൾഫിനെ ഈ രീതിയിൽ യുദ്ധക്കളമാക്കാൻ ആര് നിങ്ങൾക്ക് അനുമതി നൽകി എന്നതാണ് ചോദ്യം. വ്യക്തമാണ്. താങ്ക് യു ജയസൂര്യൻ സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.